സ്നേഹം കൊടുത്തും കൊതിച്ചും അവൾ പെയ്തൊഴിയാതെ ജൂൺ 30 മുതൽ എല്ലാ ദിവസവും വൈകുന്നേരം 6:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത്, പക്ഷേ അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഒരു പോള കണ്ണടക്കാൻ എനിക്കായിട്ടില്ല. എന്റെ മുഖത്ത് കണ്ണീര് പറ്റിയിട്ടില്ല. എന്റെ മോനെ കാണാതിരിക്കാൻ ആവില്ലായിരുന്നു എനിക്ക്. എത്രയൊക്കെയായാലും എന്റെ മോനല്ലേ ഗൗതം. ഞാൻ നൊന്ത് പ്രസവിച്ചതല്ലേ അവനെ. 30 വർഷങ്ങൾക്ക് ശേഷം എനിക്ക് തിരികെ കിട്ടിയതല്ലേ. അവനെ ഒന്ന് കാണാതിരിക്കാൻ പറ്റുമോ? എവിടെയെങ്കിലും വെച്ച് മറിഞ്ഞു നിന്നെങ്കിലും അവനെ ഒന്ന് കാണണമെന്ന് തോന്നി. ഈശ്വരമംഗലത്തേക്ക് വരാൻ പേടിയായിരുന്നു. അതുകൊണ്ടാ ഗൗതമിന്റെ ഓഫീസിലേക്ക് പോയത്. അവിടെ ചെന്നപ്പോ നടന്നതെല്ലാം അറിഞ്ഞു മോളെ. എല്ലാം ഉപേക്ഷിച്ചിറങ്ങിയ ഗൗതം തനിച്ചൊന്ന് രക്ഷപ്പെടാൻ വേണ്ടി പെടാപ്പാടുപെടുന്നു എന്നറിഞ്ഞപ്പോ എനിക്ക് എന്തുമാത്രം വിഷമായി എന്നറിയോ. രാജാവിനെ പോലെ ജീവിച്ച എന്റെ മകൻ വീട്ടു ചെലവിന് പോലും കഷ്ടപ്പെടുന്നു എന്നറിഞ്ഞപ്പോ അവന് വേണ്ടി 7 ദിവസം ഈ അമ്പലത്തിൽ ഭജനം ഇരുന്ന് പ്രാർത്ഥിക്കാന്നല്ലാതെ ഈ ഗതി കെട്ടവക്ക് വേറൊന്നും ചെയ്യാനാവില്ലല്ലോ മോളെ. കഴിഞ്ഞ 6 ദിവസമായി ഞാൻ ഈ അമ്പലത്തിലുണ്ട്. 2 നേരവും ഇവിടുത്തെ അന്നദാനത്തിൽ നിന്ന് ഞാൻ കഴിച്ചു. ഇവിടെ കിടന്നുറങ്ങി. ഏതു നേരവും ഞാൻ എന്റെ മോന് വേണ്ടി പ്രാർത്ഥിച്ചു. ഇന്ന് 7ാം ദിവസം ഭഗവതി എന്റെ മോനെ എന്റെ കൺമുമ്പിൽ കാണിച്ചു തന്നു. മാത്രമോ ഒരു നേരത്തെ അന്നത്തിന്റെ ബുദ്ധിമുട്ടി എന്റെ കുഞ്ഞ് അന്നദാനം നടത്തുന്നതും എനിക്ക് കാണാനായി. നിങ്ങൾ 2 പേരും അല്ലാതെ എനിക്കിന്ന് പറയാൻ ആരാണുള്ളത് മോളെ? തോർന്നെടുത്തേ. ആന്റി, നമുക്ക് ഗൗതമിന്റെ അരികിലേക്ക് പോവാം. ആന്റിയെ കണ്ട് ഗൗതം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോവും. എന്താ മോളെ ഒന്നും അറിയാത്ത പോലെ സംസാരിക്കുന്നത്? അത് പാടില്ല. ഞാൻ വീണ്ടും ഗൗതമിനോടൊപ്പം ഉണ്ടെന്നറിഞ്ഞ അത് പാർവതി സഹിക്കില്ല. മനസ്സുകൊണ്ട് അവൾ എന്നെ ശപിക്കും മോളെ. അവൾക്ക് നഷ്ടപ്പെട്ട മകനെ ഞാൻ സ്വന്തമാക്കിയതിന് അത് പാടില്ല നിധി. എന്റെ മോനെ ഇത്രയും കാലം വളർത്തിയ പാർവതിയോട് ഈ ജന്മം മുഴുവൻ ഞാൻ കടപ്പെട്ടിരിക്കും. ഞാൻ കാരണം എന്റെ പാറുവിന്റെ കണ്ണ് നനയരുത്. നിധി ഇതെവിടെ പോയി? ഇനി വേണേൽ സാർ വയ്ക്കോ, ബാക്കിയൊക്കെ ഞങ്ങൾ നോക്കിയോളാം. ഞാൻ എൻ്റെ വൈഫിനെ നോക്കിയിട്ട് വരട്ടെ. മോളെ നിന്ന് സമയം കളയണ്ട, വേഗം ഗൗതമിന് അരികിലേക്ക് പോ. അല്ലെങ്കിൽ അവന് സംശയം തോന്നും. നിധി, മോളെ ഗൗതം ഇങ്ങോട്ട് വരിക. നീ ചെല്ല്, വേഗം ചെല്ല്. ആന്റി ഇവിടെ ഇങ്ങനെ ആക്കിയിട്ട് പോവാൻ എന്റെ മനസ്സ് അനുവദിക്കുന്നില്ല. നിധി, നോക്കും മോളെ, വെറുതെ എന്നോട് സ്നേഹം കാണിച്ച് വലിയ സങ്കടങ്ങൾ വരുത്തി വെക്കരുത്. നീ പോ നോക്ക്, ഞാൻ പോവാ. ആന്റി, ആന്റി, ആന്റി നിക്ക. ഞാനിപ്പോ ഇവിടെ പോസ്റ്റ് ഓഫീസിനടുത്തുള്ള ജവഹർ സ്കൂളിലെ ജോലി ചെയ്യുന്ന. ആന്റി നാളെ തന്നെ അവിടെ വന്ന് എന്നെ കാണണം. എന്തിന്? അതൊക്കെ ഞാൻ പറയാം. വരുവോ ഇല്ലയോ? നിധി, ഞാൻ വരാം, നീ വേഗം പൊയ്ക്കോ. ഉറപ്പായിട്ടും വരണം. വരാന്ന് പറഞ്ഞില്ലേ? ജവഹർ സ്കൂളല്ലേ, എനിക്കറിയാം. ഞാൻ രാവിലെ തന്നെ വരാം. നീ ചെല്ല്. നിധി, നീ എന്താ ഇവിടെ വന്നിരിക്കുന്നത്?
അന്നദാനത്തിനിടന്ന് ഓടിപ്പോയ ആ അമ്മയോടെ അവരെ ഞാൻ പിടിച്ചു നിർത്തി സംസാരിക്കുകയായിരുന്നു. എത്ര വിളിച്ചിട്ടും കഴിക്കാൻ വന്നില്ല. പോയി കളഞ്ഞു. അതെന്താ അവരങ്ങനെ കാണിച്ചത്? അതറിയില്ല. ഗൗതം വിളമ്പി കഴിഞ്ഞു. ആ അതൊക്കെ കഴിഞ്ഞു. താൻ നല്ല കക്ഷിയാ. വിളമ്പാൻ നിൽക്കാതെ അവരുടെ പുറകെ പോയി കളഞ്ഞില്ലേ? അത് സാരമില്ല, ഗൗതം വിളമ്പിയല്ലോ, അത് മതി. അപ്പൊ ഇനി എന്താ പരിപാടി? വാ, നമുക്കേ ഒന്നുകൂടി പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങാൻ നോക്കാം. ഫയലും സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് വന്നിരുന്നെങ്കിൽ എനിക്ക് ഈ വഴി അങ്ങ് ഓഫീസിലേക്ക് പോകായിരുന്നു. ഇന്ന് ഓഫീസിലേക്ക് പോയിട്ട് അത്യാവശ്യം ചെയ്തു തീർക്കേണ്ട കാര്യം എന്തെങ്കിലും ഉണ്ടോ? അതുകൊള്ളാം. ഒരു 100 കൂട്ടം പണി കിടക്കുകയല്ലേ. ഇനിയിപ്പോ ഒന്നിനും സമയമില്ല. പഴയതുപോലെ ഓഫീസിലിരുന്നുള്ള കളിയല്ല ഇപ്പോ. എല്ലായിടങ്ങളിലും ഞാൻ തന്നെ ഓടിയെത്തണം. അതും ബസ്സിലും ഓട്ടോയിലും ഒക്കെ കയറി ഇറങ്ങിയാ പോകുന്നത്. എന്നാലും ഇന്നൊരു ദിവസത്തേക്ക് കുറച്ച് സമയം ഒന്ന് ലീവ് എടുത്തൂടെ? വലിയൊരു സന്തോഷമുള്ള ദിവസമല്ലേ ഇന്ന്? അതെന്താ, നിധി ടീച്ചർക്ക് ഇന്ന് സ്കൂളിൽ കുട്ടികളെ പഠിപ്പിക്കാൻ പോണ്ടേ? ടീച്ചറെന്ന് എടുത്തു പറഞ്ഞതിലും ഒരു കുത്തുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അതേ, ഞാൻ കളിയാക്കിയതല്ല, എന്നെ പറ്റിച്ചെന്റെ ദേഷ്യം. ആ അത് വിട്. ഇന്ന് കുറച്ചു നേരം എനിക്ക് തരാൻ പറ്റുമോ ഇല്ലയോ? കാര്യം എന്താന്ന് വെച്ചാ പറ. അതൊക്കെ ഞാൻ പറയാം. ഇന്ന് എനിക്ക് ഗൗതമിന്റെ കുറച്ച് സമയം കിട്ടിയേ പറ്റൂ. ഓക്കെ ആണോ? രാത്രി കുറച്ച് ഓവർ ടൈം വർക്ക് ചെയ്യേണ്ടി വരും. കൂടെ ഇരിക്കാമെങ്കിൽ ഓക്കെ. കൂടെ ഇരിക്കുമെന്നൊരു ചോദ്യം ഇല്ലല്ലോ ഗൗതം. അപ്പൊ ഓക്കെയാണ്. നമ്മളിപ്പോ ഒരു ഓട്ടോ പിടിക്കുന്നു, ഒരിടം വരെ പോകുന്നു. എങ്ങോട്ട്? കൂടുതൽ ചോദ്യമൊന്നും വേണ്ട. വാ. ചേട്ടാ, ഇവിടെ നിർത്തിയാൽ മതി. വാ. ഇവിടെ എന്താ കാര്യം? അതൊക്കെ പറയാം. ആദ്യം ഓട്ടോയുടെ പൈസ കൊടുക്ക്. ഇനി നമുക്ക് ഓട്ടോ വേണ്ട. എത്ര ചേട്ടാ? 150. ഇനിയെങ്കിലും സർപ്രൈസ് എന്താന്ന് പറ. വാ, പറയാം. ഇതേ ഒരു യൂസ്ഡ് ബൈക്ക് ഷോറൂമാ. ഇതിനകത്താണ് സർപ്രൈസ് ഇരിക്കുന്നത്. നിധി, നീ കാര്യം പറ. ഗൗതം എന്റെ കൂടെ വാ. ഗുഡ് മോർണിംഗ് മാഡം. മാഡത്തിനെ കാണാഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് വിളിക്കാൻ തുടങ്ങിയായിരുന്നു. ഞങ്ങളൊന്ന് അമ്പലത്തിൽ പോയിരുന്നു, അതാ അത് വൈകിയത്. സാരമല്ല. ഇതെന്റെ ഹസ്ബൻഡാണ്. നമസ്കാരം സർ. സർ വരൂ. എന്താ? വാ. വരൂ സർ. ആ വണ്ടി ഒന്ന് തുടങ്ങി. ഇതാണ് മാഡം സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വണ്ടി. സാറിന് ഇഷ്ടപ്പെട്ടു.